വെൽക്കം ടു PSC ആൻഡ് ടെക് വിത്ത് അഖിൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 5 കൺഫ്യൂസിങ് വേർഡ്സാണ്. വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് വേർഡ് വന്ന് ബെയറും ബിയറും. ബെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുറന്ന, കവറിങ് ഒന്നുമില്ലാത്ത, നഗ്നമായ എന്നൊക്കെയാണ് അതിൻ്റെ ഒരു മീനിങ്. ബെയർ മീൻസ് സംതിങ് അൺകവർ ലൈക്ക് ബെയർ ഹാൻഡ്സ് ഓർ ബെയർ ഫാക്സ്. നഗ്നമായ, തുറന്ന, മൂടിയില്ലാത്ത എന്നൊക്കെയാണ് അതിൻ്റെ ഒരു മീനിങ്. അടുത്ത ബിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം കരടി എന്നൊരു മീനിങ് ഉണ്ട്. കരടി അല്ലാത്ത ഒരു മീനിങ് എന്ന് പറയുന്നത് എന്താണ്? സഹിക്കുക, ടോളറേറ്റ്, സഹിക്കുക എന്നുള്ള ഒരു മീനിങ്. ടു ക്യാരി എ ലോട്ട് ഓർ ടു ടോളറേറ്റ് പെയിൻ. സഹിക്കുക എന്നൊരു മീനിങ് ഇവിടെ ഉണ്ട്. ഓക്കെ, അടുത്ത വേർഡ് വരുന്നത് ബ്രീത്താണ്. ബ്രീത്ത് എന്ന് പറയുന്ന വേർഡ് നൗണായിട്ടും വെർബായിട്ടും ഉപയോഗിക്കും. പക്ഷേ സ്പെല്ലിങ്ങിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. TH കഴിഞ്ഞ് ഈ വരുന്നത് എന്താണ്? വെർബും TH വരെ മാത്രമുള്ള എന്താണ്? നൗണുമാണ്. ഓക്കെ, TH ഈ വന്നു കഴിഞ്ഞാൽ അത് വെർബും H നൗണുമാണ്. രണ്ടിൻ്റെ അർത്ഥം എന്താണ്? ശ്വസിക്കുക എന്നാണ്, ശ്വാസം എടുക്കുക എന്ന് തന്നെയാണ് വ്യത്യാസമുള്ളൂ. വേറെ ഒരു വ്യത്യാസമില്ല. രണ്ടും പ്രൊനൗൺസിങ്ങും എല്ലാം സെയിം തന്നെയാണ്. ഓക്കെ, അടുത്ത വേർഡ് എന്ന് പറയുന്നത് ബ്രേക്കാണ്. 2 ബ്രേക്ക് ഉണ്ട്. രണ്ടിൻ്റെ പ്രൊനൗൺസിങ് ബ്രേക്ക് എന്ന് തന്നെയാണ്. ഒരു ബ്രേക്ക് BRAKE, അതെന്താണ്? വാഹനങ്ങൾ എന്താണ്? നിർത്താൻ വേണ്ടിയിട്ടാണ്. ടു സ്റ്റോപ്പ് എ വെഹിക്കിൾ എന്നാണ്. ഓക്കെ, രണ്ടാമത്തെ ബ്രേക്ക് എന്താണ്? BREAK വരുന്ന എന്താണ്? ഡെസ്ട്രോയ് എന്നാണ്. ഡെസ്ട്രോയ്, തകർക്കുക, ഇടവേള എടുക്കുക, ടു ടേക്ക് എ റെസ്റ്റ്, അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ AK-47 വെച്ച് എന്താ ചെയ്യുന്നത്? എല്ലാത്തിനെയും വെടിവെച്ച് തകർക്കുകയാണ് ചെയ്യുന്നത്. സോ ബ്രേക്കിൻ്റെ ലാസ്റ്റ് AK വരുന്നത് കൊണ്ട് എന്താണ്? എല്ലാം തകർക്കുന്നു എന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, അടുത്ത വേർഡ് എന്ന് പറയുന്നത് ചൈൽഡിഷും ചൈൽഡ് ലൈക്കുമാണ്. ചൈൽഡിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു സില്ലി ബിഹേവിയർ എന്നാണ്. ക്രിട്ടിസൈസ് ചെയ്യുന്ന സില്ലി ബിഹേവിയർ എന്നാണ്. പക്വതയില്ലാത്ത, ബാലിശമായ എന്നൊക്കെയാണ്. അത് ഓർക്കാനായിട്ട് ഈ ഡിഷ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ രുചികരമല്ലാത്തതുകൊണ്ട് ക്രിട്ടിസൈസ് ചെയ്ത് പറയുന്നു. സില്ലി ആയിട്ടുള്ള കാര്യങ്ങൾക്ക് എന്താണ്? ക്രിട്ടിസൈസ് ചെയ്ത് പറയുന്നു എന്ന് വേണമെങ്കിൽ ഓർക്കാം. അതുപോലെ തന്നെ ചൈൽഡ് ലൈക്ക് എന്ന് പറഞ്ഞാൽ ഇന്നസെൻ്റ് എന്നാണ്. കുട്ടികളെ പോലെ എന്താണ്? സത്യസന്ധമായിട്ടുള്ള, നിരപരാധിയായ എന്നൊക്കെയാണ് എന്ത്? ചൈൽഡ് ലൈക്കിൻ്റെ മീനിങ്. അതുപോലെ തന്നെ ചൈൽഡ് ലൈക്ക് ഓർക്കാനായിട്ട് ഒരു ഇതെന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഇഷ്ടമുള്ള, ചൈൽഡ് ലൈക്ക് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് എപ്പോഴും ഇഷ്ടമുള്ള എന്താണ്? സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെ വേണമെങ്കിൽ വേണമെങ്കിൽ കണക്ട് ചെയ്യാം. അടുത്ത വേർഡ് എന്ന് പറയുന്നത് ക്യാൻവാസ് ആണ്. രണ്ടും ഒരേപോലെ തന്നെയാണ് പ്രൊനൗൺസിങ്. പിന്നെ ഇതിൻ്റെ വ്യത്യാസം എന്ന് പറയുമ്പോൾ ആദ്യത്തെ ക്യാൻവാസ് എന്താണ്? യൂസ്ഡ് ഇൻ പൊളിറ്റിക്സ് ആൻഡ് മാർക്കറ്റിംഗ്. എന്താണ്? മാർക്കറ്റിംഗ് തന്ത്രത്തിന് വേണ്ടിയിട്ട് ആൾക്കാരെ, കസ്റ്റമറെ എന്താണ്? ക്യാൻവാസ് ചെയ്യുന്നു എന്നൊക്കെ പറയാറില്ലേ? അത് ഓർത്ത് വയ്ക്കാനായിട്ട് ഒരു ഐഡിയ ഉണ്ട്. ആസ് എന്താണ്? ആസ് എന്ന് പറഞ്ഞാൽ കഴുത എന്നാണ്. അതായത് എന്താണ്? കസ്റ്റമറെ നമ്മൾ ക്യാൻവാസ് ചെയ്ത്, ഒരു കഴുതയെ പോലെ എന്താണ്? ക്യാൻവാസ് ചെയ്യുന്നു. അതായത് മാട് പോലെ നമ്മൾ ജോലി ചെയ്താണ് കസ്റ്റമറെ ക്യാൻവാസ് ചെയ്ത് ആണ് എന്ത്? നമുക്ക് എന്താണ്? നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നത്. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഒന്ന് കണക്ട് ചെയ്യാവുന്നതാണ്. മറ്റേ ക്യാൻവാസ് എന്താണ്? യൂസ്ഡ് ബൈ ആർട്ടിസ്റ്റ് ടു പെയിൻറ്റ് എന്നാണ്. പെയിൻ്റ് അടിക്കാനുള്ള എന്താണ്? ആ ഒരു പ്ലാറ്റ്ഫോമാണ് എന്ത്? ക്യാൻവാസ് എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.